കുറച്ച് മാസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിഭാഗം ആളുകൾ, അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ചില മാധ്യമങ്ങൾ എന്റെ പ്രവർത്തനങ്ങളെ അതുപോലെ തന്നെ എന്നെയും വ്യക്തിപരമായിട്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4 വർഷമായിട്ട് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഒരു പരാതികളോ ഒരു പരിഭവമോ ഇല്ലാതെ എന്റെ മുന്നിലേക്ക് എത്തുന്ന എല്ലാ ആളുകളെയും സഹായിച്ചിട്ടാണ് ഞാൻ എന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു ചാരിറ്റി പ്രവർത്തകനായിട്ട് വന്നറിയില്ല, കുറച്ച് ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവന്റെ സങ്കടങ്ങളും കണ്ടിട്ട് എങ്ങനെയൊക്കെയോ ഈ മേഖലയിലേക്ക് ഇറങ്ങി വന്ന ഒരാളാണ്. എങ്ങനെയാണ് ഒരു ചാരിറ്റി പ്രവർത്തനം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത്തരം ആളുകളെ നമ്മൾ ഏത് രീതിക്കാണ് കൈകാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടൊക്കെ 1-2 രോഗികൾക്ക് സ്വന്തം അക്കൗണ്ട് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് പല ആളുകളും പറഞ്ഞു, റോസ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്, കാരണം എനിക്കിതിനെ കുറിച്ചൊരു അറിവില്ല. അങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോ ഒരു 4 വർഷം തുടക്കത്തിൽ 2017 പറയുന്നത്. അങ്ങനെ എനിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. പക്ഷേ ഞാൻ അത്തരം ആളുകളുടെ വീഡിയോ ഇടുമ്പോഴുള്ളൂ, ആ വിട്ട ആ വീഡിയോ 1-2 ആളുകളുടെ വീഡിയോ ഇടുമ്പോൾ അത് തെരുവിൽ കഴിയുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാനുള്ള പ്രൂഫോ കാര്യങ്ങളോ ഇല്ലാത്തതിന്റെ പേരിൽ മാത്രമാണ് എന്റെ അക്കൗണ്ടിലൂടെ ഞാൻ ചെയ്തത്. പിന്നീട് പല ആളുകളും വിളിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് നിർദ്ദേശിച്ചപ്പോ ഞാനത് ആരുടേതാണോ അവരുടെ, ഏത് രോഗിയാണെങ്കിലും ആവശ്യക്കാരാരാണോ അവരുടെ അക്കൗണ്ടുകൾ തന്നെ വെച്ച് പിന്നീട് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി. ആ വീഡിയോകൾ കുറെ കാലം മുന്നോട്ട് പോയി. പിന്നീട് പല രോഗികൾക്കും ബാലൻസ് പൈസ വരാൻ തുടങ്ങി. കാരണം 20 ലക്ഷം വേണ്ടവര് 30 ലക്ഷവും 40 ലക്ഷവും കൂടിയൊക്കെ വരാൻ തുടങ്ങിയപ്പോ പിന്നീട് ആ രോഗികളോട് പറയും, നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള രോഗികൾക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ ഇവര് ആ പണം മറ്റുള്ള രോഗികൾക്ക് നൽകാൻ വേണ്ടി എന്നെ ഏൽപ്പിക്കാറുണ്ട്, ഞാനത് വീതിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ആ രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് പല ആളുകളും പറഞ്ഞത് ഇതൊരു ട്രസ്റ്റ് രൂപത്തിലേക്ക് കൊണ്ടുവരണം. പിന്നീട് നമ്മളൊരു ട്രസ്റ്റ് രൂപീകരിച്ചെങ്കിലും അത് പ്രവർത്തിപ്പിക്കാനോ അത് രോഗികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനോ സാധിച്ചില്ല. അപ്പോഴേക്കും പല വിവാദങ്ങളും വന്നു. ഞാനൊരു ഘട്ടത്തിൽ ചാരിറ്റി അവസാനിപ്പിച്ചതാണ്. രണ്ടാമതും ഈ രോഗികളുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ വീണ്ടും ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് സഞ്ജയ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ വിഷയവുമായി ബന്ധപ്പെട്ട്, വയനാട്ടിലെ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം 2-3 ദിവസമായിട്ട് 1-2 വ്യക്തികൾ എനിക്കെതിരെ വളരെ മോശമായിട്ട്, കാരണം ഇത് ഒരാളുടെ തന്നെ, ഈ പറയുന്ന ഹക്കീമാണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും ഏകദേശം മാസങ്ങളായിട്ട് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയയിലൂടെ ഇല്ലാത്ത പ്രചരണങ്ങൾ നിരന്തരം. അതായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും ഫിറോസ് കുന്നപ്പറമ്പിലെ കളാനാണെന്നും തട്ടിപ്പ് നടത്തുന്നു. നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ് അവർക്ക് വീട് കിട്ടിയ ഒരു ഇരയാണ് സഞ്ജയ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനും അവരുടെ കുടുംബവും. അപ്പൊ അത്തരം ആളുകൾ ഈ വിഷയത്തിൽ സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങളിൽ കുറെ കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ട് എന്നുള്ളതാണ്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ആർക്കും എന്ത് പറയാവുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നു, അവര് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു. പക്ഷെ ഇതിനായി പറയുന്നതാണ് സത്യം എന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ ചില സത്യങ്ങളൊക്കെ നമുക്ക് വിളിച്ചു പറയേണ്ടത് രേഖകളിൽ കൂടെ തന്നെയാണ്. ഇപ്പൊ സഞ്ജുവിന്റെ വിഷയത്തിൽ സഞ്ജു പറയുന്നുണ്ട്, എനിക്ക് വെറും 9 ലക്ഷം രൂപ മാത്രമാണ് ഫിറോസ് കുന്നപ്പറമ്പിൽ തന്നത്. ആദ്യം ഇതിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സഞ്ജുവിന്റെ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ സഞ്ജു നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്റെ കുട്ടിക്ക് 7 ലക്ഷം രൂപയാണ് സർജറിക്ക് വേണ്ടത് എന്നാണ്. ആ പറയുന്ന വീഡിയോ ആണ്. ചെറിയ ട്യൂബ് പോലെ ഉള്ളൂ. അപ്പൊ ചെറുകുടൽ ഉയർത്തിരുന്നപ്പോ അത് ശരീരത്തിന് വെളിയിൽ തുന്നിച്ചേർത്തിട്ടാണുള്ളത്. അപ്പൊ ഇപ്പൊ 2 ഓപ്പറേഷനാണ് കഴിഞ്ഞു. ലിയോസ്റ്റമി എന്ന് പറഞ്ഞ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അപ്പൊ അതിനോട് കുട്ടിക്ക് മാറ്റമൊന്നുമില്ല. അപ്പൊ ഒരു ഓപ്പറേഷൻ കൂടെ ചെയ്താലാണ് പൂർണ്ണമാവുള്ളൂ. അപ്പൊ അതിന് 7 ലക്ഷം രൂപയാണ് അവര് ആശുപത്രിയിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവര് പറയുന്നത്. അപ്പൊ
അങ്ങനെ 7 ലക്ഷം രൂപയാണ് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ നമ്മളോട് അവരോട് ചോദിക്കുകയാണ്, 7 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വീഡിയോ ഇടും, നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സംഖ്യ വരികയാണെങ്കിൽ അത് മറ്റു രോഗികൾക്കോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ വീതിച്ചു നൽകാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ വീഡിയോ ഇടാൻ സമ്മതിച്ചത്. ഇവരെ ഒരിക്കലും ഞാൻ തേടിപ്പോയതല്ല, ഇവരുടെ കുട്ടിയുടെ ആവശ്യവുമായി എന്നെ തേടി വന്നതാണ്. അങ്ങനെയാണ് ഏകദേശം സഞ്ജു തന്നെ ഇന്നത്തെ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു, ഏകദേശം 20ഓളം ആളുകൾ, അതായത് വയനാട്ടിലുള്ള 20ഓളം ആളുകളും ഫിറോസും കൂടിയിട്ടാണ് എന്റെ വീട്ടിലേക്ക് വന്നത് എന്നുള്ളത് സത്യമാണ്. ഞാൻ ഈ വീഡിയോ ഇടാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു പറഞ്ഞപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകളെയൊക്കെ വിളിച്ചറിയിച്ചു. കഴിയുന്നവരൊക്കെ എന്റെ കൂടെ സഞ്ജുവിന്റെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ അവിടെ ചെന്നു. ഈ കുട്ടിയുടെ അവസ്ഥയൊക്കെ കണ്ടതിന് ശേഷം വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അവരോട് ആവശ്യപ്പെട്ടതാണ്, നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യത്തിൽ കൂടുതൽ സംഖ്യ വന്നാൽ അത് മറ്റു രോഗികൾക്ക് കൊടുക്കില്ല എന്ന് ചോദിച്ചു. അവരതിന് സമ്മതിച്ചു. അങ്ങനെ മഞ്ചേരിയിലുള്ള സൈഫുള്ളയും ഈ സഞ്ജയും കൂടി ചേർന്നുകൊണ്ട് ഇവിടുത്തെ കനറ ബാങ്കിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ഈ ജോയിന്റ് അക്കൗണ്ടിലൂടെ നമ്മൾ കുട്ടിയുടെ ആവശ്യങ്ങൾ ആ അക്കൗണ്ട് നമ്പർ വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ എന്റെ ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ആ അക്കൗണ്ടിലേക്ക് വന്നത് 21 ലക്ഷം രൂപയാണ്. ഇതാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ നോക്കി അറിയാം. ടോട്ടൽ ഡെബിറ്റ് എമൗണ്ട് 21,43,548 രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. ഇത്ര രൂപയിൽ നിന്ന് സഞ്ജു, അതായത് ഇതിനകത്ത് ഞാൻ ഇപ്പോഴും പറയുന്നത് സംസാരിക്കുന്നത് രേഖകളാണ്. സഞ്ജു പറയുന്നത് എനിക്ക് വെറും 9 ലക്ഷം രൂപയെ കിട്ടിയിട്ടുള്ളൂ എന്നാണ്. പക്ഷേ രേഖകളാണ് ഇവിടെ സംസാരിക്കേണ്ടത്. നിങ്ങൾ നോക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇതിൽ നിന്ന് 7 ലക്ഷം രൂപ സഞ്ജുവിന്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണും വിഡ്രോവൽ. 7 ലക്ഷം രൂപയാണ് സഞ്ജുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്തത്. ഈ സഞ്ജുവിന്റെ അക്കൗണ്ടിലേക്ക് 7 ലക്ഷം രൂപ, അതായത് ഏറ്റവും അവസാനം രോഗികൾക്ക് കൊടുക്കാനുള്ളത് എല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇവർക്കുള്ളത് കഴിഞ്ഞ് അവസാനം 14 മെയ് 2019 സഞ്ജുവിന്റെ അക്കൗണ്ടിലേക്ക് 7,43,198 രൂപ ബാങ്കിൽ നിന്ന് സൈഫുള്ളയും സഞ്ജു കൂടി ബാങ്ക് മാനേജർക്ക് എഴുതി കൊടുത്ത എന്താ പറയുന്നതിന്റെ പേര് ശരിക്കും പറഞ്ഞാല് അപേക്ഷയാണ്. ഈ അപേക്ഷ പ്രകാരമാണ് സഞ്ജുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ഇതിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈ അക്കൗണ്ട് നമ്പറിലുള്ള, അതായത് ഈ അക്കൗണ്ട് നമ്പറിലുള്ള 024-810-1024-010 എന്ന നമ്പറിലെ ജോയിന്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് സഞ്ജയ് സൺ ഓഫ് ജെയിംസ് മുണ്ടക്കൽ ഹൗസ് നെല്ലൂർ നാട് പിഒ പൈങ്ങാട്ടി മാനന്തവാടി എന്നിവരുടെ മാനന്തവാടി ഫെഡറൽ ബാങ്കിലേക്ക് 14,42,01,00,19,00,00,02 എന്ന അക്കൗണ്ടിലേക്ക് മുഴുവൻ തുകയും കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സൈഫുള്ളയും സഞ്ജയും കൂടി എഴുതി ഒപ്പിട്ട് നൽകി സഞ്ജയിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ 7 ലക്ഷം രൂപ സഞ്ജയിന്റെ അക്കൗണ്ടിലേക്ക് എത്തി. അതിനുശേഷം സഞ്ജയിന്റെ അക്കൗണ്ടിലേക്ക് വീണ്ടും 2 ലക്ഷം രൂപ കൂടി അയക്കുകയാണ്. 4/3/2019 സ്റ്റേറ്റ്മെന്റിലാണുള്ളത്. 4/3/2019 വീണ്ടും സഞ്ജയിന്റെ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ കൂടി അയക്കുകയാണ്. അപ്പൊ എത്രയായി? 7/43 9/43 ആയി സഞ്ജയിന്റെ അക്കൗണ്ടിലേക്ക്. അവൻ പറയുന്നത് 9 കിട്ടിയിട്ടുള്ളത് 9/43 ആയി. ഇനി അതുപോലെ തന്നെ 20 മാർച്ച് 2019 സഞ്ജയിന്റെ അക്കൗണ്ടിലേക്ക് വീണ്ടും 50,000 രൂപ കൂടി അയക്കാം. ഇവിടെ ഉണ്ട് 20 വീണ്ടും 50,000. അപ്പൊ ഏകദേശം എത്രയെന്ന് വെച്ചാൽ 997 997 22 വായിച്ചോ നിങ്ങൾ? വായിച്ചോ? 22 വായിച്ചിട്ടില്ലല്ലോ. 22
22 മാർച്ച് 2019 വീണ്ടും 2 ലക്ഷം രൂപ കൂടി സഞ്ജയിന്റെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഏകദേശം സഞ്ജയിന്റെ അക്കൗണ്ടിലേക്ക് 22 അപ്പോ ഏകദേശം 12 ലക്ഷം രൂപയോളായിട്ടുണ്ട്. പിന്നീട് 11 മാസം ഏറ്റവും ഫസ്റ്റിൽ 11 മാസം ക്ലോസിംഗിന് മുമ്പേ ഉള്ളതാണ് ഈ പറഞ്ഞത്. ക്ലോസിംഗിന് മുമ്പേയുള്ള കണക്കുകളാണ് ഞാൻ ഈ പറയണതേ. അതായത് 11 മാർച്ച് 19 50,000 രൂപ കൂടി, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് സംസാരിക്കുന്നത്, 50,000 രൂപ കൂടി അയച്ചിട്ടുണ്ട്. അങ്ങനെ സഞ്ജയിന്റെ അക്കൗണ്ടിലേക്ക് ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം തന്നെ സഞ്ജയിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത് 12,43,198 രൂപയാണ് സഞ്ജയ്ക്ക് ഇവരുടെ അക്കൗണ്ടിൽ നിന്നും വന്നതിൽ നിന്ന് കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ നൽകിയത്. അങ്ങനെ ഇത്രയും പണം ചികിത്സയ്ക്ക് വേണ്ടി നൽകി ഏകദേശം 6-7 മാസം കഴിഞ്ഞതിന് ശേഷം ഈ സുഹൃത്ത് എന്റെ അടുത്തേക്ക് വരികയാണ്. നിങ്ങൾ തന്ന ഇത്രയും പണം ഞങ്ങളുടെ കയ്യിൽ നിന്നും ചെലവായി, ഇനി ചികിത്സയ്ക്ക് പൈസയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു സർജറി കഴിഞ്ഞോ കുട്ടിയുടെ എന്ന് ചോദിച്ചപ്പോ സർജറി ഒന്നും കഴിഞ്ഞില്ല, പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കാനും കുട്ടിയെ കാറെടുത്ത് ആശുപത്രിക്ക് കൊണ്ടുപോകാനും മാത്രം 6-7 മാസം കൊണ്ട് ഇത്രയും പണം ചെലവായി എന്ന് പറഞ്ഞ് എത്തേക്ക് വരിക. എന്നിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടത് എനിക്ക് നിങ്ങൾ ഇനിയും ഒരു വീഡിയോ കൂടി ഇട്ട് തരണം, ഒരു വീഡിയോ കൂടി ഇട്ട് തന്നാലേ എന്റെ കുട്ടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു വരികയാണ്. അപ്പൊ ഞാൻ അദ്ദേഹം കാണിച്ചെന്ന കണക്കുകളൊക്കെ ഞാൻ നോക്കി. എനിക്ക് ആ കണക്ക് കൃത്യമായിട്ട് അത് ബോധ്യപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഈ 12 ലക്ഷം രൂപയും പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കാനും അതുപോലെ തന്നെ യാത്രയ്ക്ക് ചെലവായി എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഒരിക്കലും ഈ വീഡിയോ ഇട്ട് നിങ്ങളെ സഹായിക്കാൻ സാധിക്കില്ല, പകരം നിങ്ങൾ ആശുപത്രിയിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തോളൂ, ഞാൻ കുട്ടിയുടെ മുഴുവൻ തുകയും എത്രയാണോ സർജറിക്ക് വേണ്ട തുക അത്രയും തുക ഞാൻ ആശുപത്രിയിലേക്ക് നൽകാം എന്ന് ഇദ്ദേഹത്തോട് പറയുകയും ഇദ്ദേഹം ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ കൊണ്ടുപോകുമ്പോ എന്റെ അടുത്ത് പറഞ്ഞത് 2 ദിവസം കൊണ്ട് കുട്ടിയുടെ സർജറി ചെയ്യണം എന്ന് പറയാം. അപ്പൊ ഞാൻ ഫിറോസ് കുന്നപ്പറമ്പിൽ ഫൗണ്ടേഷനിൽ നിന്നും 1 ലക്ഷം രൂപയുടെ ചെക്ക് ആ വീട്ടിൽ വെച്ച് കൊടുത്തു. അദ്ദേഹം അതിൽ നിന്ന് 80,000 രൂപ ആശുപത്രിയിൽ കൊണ്ട് അടച്ചിട്ടാണ് സർജറിക്ക് അഡ്മിറ്റ് ആയത്. അങ്ങനെ സർജറി കഴിഞ്ഞു, ഡിസ്ചാർജ് ചെയ്ത് എന്നെ വിളിച്ചു ബില്ലടക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആശുപത്രിയിലേക്ക് പോയി നോക്കിയപ്പോ അവിടെ ബില്ല് വന്നിട്ടുള്ളത് 1,90,000 രൂപയാണ്. അതും ഞാൻ പല ആളുകളുടെയിൽ നിന്ന് വാങ്ങി ആ 1,90,000 രൂപയും അടച്ച് കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിടുകയാണ്. ഞാൻ ഈ സഞ്ജയിനെ അവിടെ എത്തിയിട്ട്, അതായത് ഞാനിപ്പോ പറഞ്ഞല്ലോ സഞ്ജയ് വന്ന് എനിക്ക് പ്രോട്ടീൻ പൗഡറിന്റെ കണക്കും കാര്യങ്ങളും കാണിച്ചത്, അതിന്റെ വീഡിയോസ് ആണ്. ഈ വീഡിയോ ചെയ്യുന്നത് നവംബർ 4, 2019 നവംബർ 4-ലാണ്. അതിൽ പറയുന്നത് ഫിറോസ് കുന്നപ്പറമ്പിൽ ഫൗണ്ടേഷനിൽ നിന്നും 7 ലക്ഷം രൂപ തരാതാണ്. കാരണം ഇവർ നമ്മുടെ അടുത്ത് വന്ന് പറയണത് എന്താ, 7 ലക്ഷം രൂപ കൂടി ഇനി വേണം എന്നാലേ കുട്ടിയുടെ സർജറി നടക്കുള്ളൂ. അപ്പൊ ഞാൻ ഫിറോസ് കുന്നപ്പറമ്പിൽ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് 7 ലക്ഷം രൂപ തരും, പക്ഷെ ആശുപത്രിയിലേക്ക് ഇട്ടുള്ളൂ. പക്ഷെ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവർ 7 ലക്ഷം രൂപ സർജറി വേണമെന്ന് സർജറിക്ക് 2 ദിവസം മുമ്പ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഒരു നുണയായിരുന്നു. കാരണം എന്താ, അന്ന് ഞാൻ ബില്ലടയ്ക്കാൻ പോകുമ്പോ
ആകെ അവിടെ ചെലവായത് എത്രയാണെന്ന് പറയുന്നത് 2,70,70,000 രൂപയെ ആശുപത്രിയിൽ ബില്ല് വന്നുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് പോലും അന്ന് നുണയായിരുന്നു. അതുകൊണ്ടാണ് ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷനിൽ നിന്ന് 7 ലക്ഷം രൂപ തരുന്നു എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ പോയപ്പോൾ വെറും 290 മാത്രം അവിടെ കൊടുത്തിട്ടില്ല. 290 വന്നത് 270 അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആ ഒരു വിഷയത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പല രീതിക്കുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വീഡിയോ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞതും കുട്ടിയുടെ സർജറി ഒക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടി കാണാനുള്ളത്, അങ്ങനെ കുട്ടിയുടെ സർജറി ഒക്കെ കഴിഞ്ഞ് ഇവര് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മളെ ബന്ധപ്പെടുകയാണ്. അങ്ങനെ ബന്ധപ്പെടുന്ന സമയത്ത് അവിടെ വെച്ച് നമ്മൾ ചെയ്ത വീഡിയോസ് ആണ്. അത് അവിടെ ലൈവ് വന്നിട്ട് അതായത് എന്റെ കുട്ടിക്ക് വേണ്ടി ഇത്രയേറെ സഹായങ്ങൾ ചെയ്തു തന്ന, എന്റെ കുട്ടിയുടെ സർജറിക്ക് വേണ്ടി ഇത്രയേറെ സഹായിച്ച ഫിറോസ് ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ് എന്നാണ് സഞ്ജയ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഇത്രയൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ട് 2019 ഇവരുടെ സർജറി കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ പോയി. പിന്നെ കുട്ടിയുമായിട്ട് ഇവർ സുഖമായി ജീവിക്കുന്നു, കുട്ടിയും സുഖമായി ജീവിക്കുന്നു, കുട്ടി വളരുന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന ഈ കുടുംബം 1 വർഷം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. എന്റെ അടുത്തേക്ക് വന്നില്ല. പിന്നെ നമ്മൾ കാണുകയാണ്, ഈ പറയുന്ന ഒരു ഫേസ്ബുക്കിലൂടെ കാണുകയാണ്, പ്രോട്ടീൻ പൗഡർ വാങ്ങാൻ പോലും പൈസയില്ല, ഫിറോസ് കുന്നംപറമ്പിൽ ഞങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖക്കാണ്. മനസ്സിന് വല്ലാത്ത വിഷമാണ് തോന്നുന്നത് കണ്ടിട്ട്. കാരണം എത്രയോ രോഗികളെ നമ്മൾ സഹായിച്ചു, എത്ര ആളുകൾക്ക് ഇവർക്ക് വേണ്ടിയിട്ട് രാവും പകലുമില്ലാതെ ഓടി നടന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം കേൾക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള വാക്കുകളാണല്ലോ എന്ന് കേൾക്കുമ്പോണ്ടാകുന്ന ഒരു വിഷമാണ് ഈ സഞ്ജുവിന്റെ ഈ ഒരു ഇത് കണ്ടപ്പോൾ തോന്നി. അപ്പോഴും ഞാൻ സഞ്ജുവിനെ വിളിച്ചു. സഞ്ജു 26 ലക്ഷം രൂപയാണ്. സഞ്ജു പറഞ്ഞെന്താ, 26 ലക്ഷം രൂപയാണ് എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത്, എനിക്ക് മെസ്സേജ് വന്നിട്ടുള്ളതാണ്. അപ്പൊ തന്നെ ഞാൻ സഞ്ജുവിനെ വിളിച്ചു. സഞ്ജു, എനിക്ക് ഇതിന്റെ കണക്ക് എത്രയാണെന്ന് നോക്കിയില്ല. കാരണം അക്കൗണ്ട് എന്റെയോ നിന്റെയോ പേരിലല്ല, നിന്റെയും കുഞ്ഞാപ്പു അതായത് സൈഫുല്ലാന്റെ പേരിലാണ്. അപ്പൊ ഇത് എത്ര വന്നു എന്തായി എന്നുള്ളത് നിങ്ങൾ പറയുന്ന കണക്കാണ് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, 26 എന്ന് നിങ്ങൾ പറയുന്നത്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ഞാൻ വയനാട്ടിലേക്ക് വരുന്നത്, എനിക്ക് കൂടുതലൊരു പരിപാടിയില്ല, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നീട് കുഞ്ഞാപ്പൂനെ ഞാൻ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിലേക്ക് കൊടുത്തു. അങ്ങനെ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ അതിൽ വന്ന ആ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആശുപത്രിയിൽ അടച്ച ബില്ലിന്റെ ഇതുപോലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആശുപത്രിയിൽ അടച്ച ബില്ലാണ്, മിംസ് ആശുപത്രിയിൽ അടച്ച ബില്ലാണ്. ടോട്ടലി വന്നിട്ടുള്ളത് 2,74,000 രൂപയാണ് കുട്ടിയുടെ സർജറിക്ക്. അത് കൊടുക്കുന്നത് ഞാനാണ്. ആ കുട്ടിയുടെ സർജറിക്ക് വേണ്ട ആ 2,74,000 രൂപ കൊടുത്തത് ഞാനാണ്. പല ആളുകളിൽ പിരിച്ചെടുത്താൽ കൊടുത്തത്. കാരണം ഇവർക്ക് കൊടുത്ത ആ 12 ലക്ഷം രൂപ ഇതിൽ ചെലവഴിച്ചിട്ട് വെറുതെ കൈയോടെ എന്റെ കുട്ടിയുടെ സർജറി കഴിഞ്ഞിട്ട് എനിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഇവരുടെ അക്കൗണ്ടിൽ വന്ന പൈസ മറ്റുള്ള രോഗികൾക്ക് വീതിച്ചു കൊടുക്കില്ലേ, ആ വീതിച്ചു കൊടുക്കാൻ ഇവര് കാണിച്ച മനസ്സ് നല്ല മനസ്സാണല്ലോ അല്ലെ. എന്റെ അക്കൗണ്ടിലേക്ക് വന്ന പൈസയിൽ നിന്ന് ഞങ്ങൾ ആവശ്യം കഴിച്ച് മറ്റുള്ള രോഗികൾക്ക് വീതിച്ചു കൊടുക്കാൻ ഇവര് കാണിച്ച ആ ഒരു മനസ്സ് നല്ലതല്ലേ എന്ന് കണക്കാക്കിയിട്ടാണ് നമ്മൾ വീണ്ടും ഇവരുടെ കാര്യം ഏറ്റെടുത്ത് ചെയ്തത്. പക്ഷേ കേൾക്കേണ്ടി വന്നത് ഇത്തരത്തിലുള്ള വാക്കുകളാണ്. എന്താണെങ്കിലും ഒരുപാട് സങ്കടം ആ ഒരു വിഷയത്തിലുണ്ട്. രണ്ടാമത് ഇവര് പറഞ്ഞത് ഇവരുടെ കുട്ടിയെ, അതായത് ഞാൻ രോഗികളെയും രോഗികളുടെ കുട്ടിനെയൊക്കെ ഞാൻ തല്ലിക്കൊല്ലണം എന്ന് പറഞ്ഞു എന്ന ഒരു തെറ്റായ ഒരു പ്രചരണം സമൂഹത്തിൽ അയച്ചുള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഫിറോസ് കുന്നംപറമ്പിലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തെറ്റായ വാർത്തകൾ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും രോഗികളെ ആക്രമിക്കണമെന്നോ അവരെ തല്ലണമെന്നോ കൊല്ലണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഹക്കീം അഴീന്ദ്രനെ പോലെയുള്ള ആളുകള് ഏകദേശം 1-2 വർഷമായിട്ട് ഇത്തരത്തിലുള്ള അപവാദങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇതുപോലെ സഹായിച്ച ആളുകളെ വരെ തെറ്റിദ്ധരിപ്പിച്ച് എനിക്കെതിരെ തിരിച്ചു ഇത്രയും കൃത്യമായിട്ട് ഒരു ചാരിറ്റി ചെയ്തത്. അതാണ് പറയുന്നത്.
ഇത്രയും വൃത്തിയോടുകൂടി കൃത്യമായി ഒരു ചാരിറ്റി ചെയ്ത് ഇതിന്റെ ബാലൻസ് പൈസ പോലും വീതിച്ചു കൊടുത്തതിന്റെ കൃത്യമായ കണക്ക് സ്റ്റേറ്റ്മെന്റ് ഇത്രയും വൃത്തിയായ ഒരു ചാരിറ്റി ചെയ്തിട്ട് പോലും എന്നെ കള്ളനാക്കാൻ വേണ്ടി ഈ പാവങ്ങളെ ഉപയോഗപ്പെടുത്തുമ്പോൾ അത്തരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ 2 മാനസിക രോഗികളെ നടുറോട്ടിലിട്ട് കൈകാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ഞാൻ നിലവിൽ പറഞ്ഞത്. പക്ഷേ അതിനെ വളച്ചൊടിച്ച് രോഗികളെ തല്ലിക്കൊല്ലണം എന്ന് പറഞ്ഞു എന്ന രീതിയിലേക്ക് കൂടി മാറ്റി എന്നുള്ളതാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം ബോധ്യപ്പെടുത്താനാണ് ഇന്നിപ്പോ ഇങ്ങനെ പത്രസമ്മേളനത്തിൽ വന്നത്. സാധാരണ ഒരു വ്യക്തി, ഒരു രോഗി ഫിറോസ് നമ്മൾ ഫൗണ്ടേഷൻ സമീപിക്കുമ്പോൾ അവർ എത്ര രൂപയാണ് ആവശ്യപ്പെടുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കില്ല. അതോ നമ്മൾ ഒരു അവരുടെ ദയനീയത കണ്ടിട്ട് അവർ പറയുന്ന എമൗണ്ടിനനുസരിച്ചിട്ടുള്ള ഒരു ചെയ്യലാണ്? അതായത് ഞാൻ പറഞ്ഞത് ഇത് ഏകദേശം 2 വർഷം മുൻപുള്ള കേസാണ്. ഇത് 2021, ഇത് 2019 ജനുവരിയോ മാർച്ചിലുള്ള കേസാണ്. ഇപ്പോ നമ്മൾ ചെയ്യുന്നത് ഏത് രോഗി നമ്മുടെ മുന്നിലേക്ക് വന്നാലും ആശുപത്രിയിൽ നിന്ന് അവരുടെ ചികിത്സയ്ക്കുള്ള സ്റ്റേറ്റ്മെന്റ് എത്ര രൂപയാണോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങി വന്നാൽ എസ്റ്റിമേറ്റ് എഴുതി വാങ്ങി വന്നാലേ ചെയ്തു തരുള്ളൂ എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള അറിവൊന്നും എനിക്കില്ല. ഇവര് പറയുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ജനങ്ങളോട് വിളിച്ചു പറയാ എന്നതാണ് പണ്ട് കാലങ്ങളിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അനുഭവങ്ങളിലൂടെ പഠിച്ച് അതന്നെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു രോഗിയെ ഏറ്റവും പ്രതീക്ഷയോട് കൂടിയായിരിക്കും ഫിറോസിനെ കാണുന്നത്, രോഗി ആ സമൂഹം. അപ്പൊ നിങ്ങൾ ഒത്തിരി പേർക്ക് ഇതുപോലെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരുടെ നന്മയും കാര്യങ്ങളും നിങ്ങളെ പിന്തുടരുന്നുണ്ട്. ഈ ഇത്തരം സഹായങ്ങൾ ചെയ്യാൻ നേരത്ത് ഏകദേശം ഇപ്പൊ 2-3 വർഷമൊക്കെ ആയില്ലേ ഈ ഒരു തുടങ്ങിയത്. ഈ 4 വർഷം കൊണ്ടും ഒരു പഠിക്കാത്ത എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടോ ഈ കാര്യത്തിൽ? ഇനിയെങ്കിലും മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? അല്ല, ഇതില് മാറ്റം വരുത്തില്ല. ചുരുക്കി പറഞ്ഞാല് ഒരുപാട് അനുഭവങ്ങളാണ് ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരു ട്രസ്റ്റിന്റെ രൂപത്തിൽ ഇത് ചെയ്യാൻ കഴിയില്ല. കാരണം സോഷ്യൽ മീഡിയ ചാരിറ്റി എന്ന് പറയുന്നത് രോഗികൾക്ക് ഡയറക്റ്റ് പണം കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. ആരാണോ ആവശ്യക്കാരൻ അവന്റെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് കൊടുക്കാൻ എന്നുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഇത് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന വീഡിയോസിലൊക്കെ 20 ലക്ഷം വേണ്ടവർക്ക് 50 ലക്ഷം 1 കോടിയൊക്കെ വരുന്ന ഒരു സാഹചര്യം വരുന്നതുകൊണ്ടാണ് നമ്മളോട് പറയാറുള്ളത്, നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞുള്ള സംഖ്യയെങ്കിലും നിങ്ങൾ തിരിച്ചു കൊടുക്കണം. 20 ലക്ഷം രൂപയാണ് ഒരു രോഗിക്ക് വേണ്ടതെങ്കിൽ നമ്മൾ അവന് 35-40 കൊടുത്തിട്ടാണ് ബാക്കി പൈസനെ മറ്റു രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അതായത് ആവശ്യത്തെ കൂടുതൽ. ഇപ്പൊ സഞ്ചേരി വിഷയത്തിൽ തന്നെ 7 ലക്ഷം രൂപയാണ് അവർ വേണമെന്ന് പറയുന്നത്. നമ്മൾ കൊടുത്തത് എത്രയാണ്? 12.5 ലക്ഷം രൂപയാണ് സ്റ്റേറ്റ്മെന്റ് പ്രകാരം കാണുന്നത്. അതായത് 5.5 ലക്ഷം രൂപയാണ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ബാക്കി നമ്മൾ മറ്റുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിലൊരു പാഠം എന്ന് പറയുന്നത് സത്യത്തിൽ പാഠമല്ല, വളരെ വിഷമമായിട്ടുള്ളൊരു കാര്യം. ആവശ്യങ്ങൾ കഴിയുമ്പോൾ ഒരാൾ തിരിഞ്ഞു നോക്കാനില്ലാതെ വേദന കണ്ട് കുട്ടികൾ മരണപ്പെടും എന്നുള്ളൊരു സാഹചര്യം അവന്റെ ഭാര്യ പറയുന്നുണ്ടായിരുന്നു സഞ്ജയിനെ, എന്റെ കുട്ടി മരണപ്പെടും എന്നുള്ള സാഹചര്യത്തിലാണ് വന്നിരുന്നത്. അപ്പൊ കുട്ടികൾ മരണപ്പെടുന്നുള്ള സാഹചര്യത്തിൽ ഒരാളും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥയിൽ ഇവരിങ്ങനെ കിടക്കുമ്പോൾ ഇവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി ചെല്ലുകയും കൃത്യമായി ഇവരുടെ കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്ന ഫിറോസ് കുന്നംപറമ്പിലെ ചവറ്റുകൊട്ടയിലേക്ക് എറിയാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ മുന്നിലേക്ക് കള്ളനാണ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഇത്തരം ആളുകൾ കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് വളരെ വേദനയുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ രോഗി വന്ന് വീഡിയോ പ്രസന്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ അവരിൽ നിന്ന് ഈ പറയുന്ന സഞ്ജയിൽ നിന്ന് 20 ചെക്കോ മറ്റേ ഒപ്പിട്ട് വാങ്ങിയെന്ന് പറയുന്നു. അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല, അവരുടെ പ്രസ്താവനയാണ് അങ്ങനെ പറയുന്നത്. കൂടാതെ ഒരു ജോയിന്റ് അക്കൗണ്ട് ആണല്ലോ തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു തീക്കളിയാണല്ലോ ഇത്, ഇതൊരു ഫണ്ട് വെച്ചിട്ടൊരു കളിയാണ്. അപ്പൊ ഇത്തരം ലക്ഷങ്ങൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വിവാദ പശ്ചാത്തലത്തില് ആ വ്യക്തി ജോയിന്റ് അക്കൗണ്ടിൽ ആ ഒരു വ്യക്തിയും പിന്നെ ഏതോ ഒരു എക്സ് ഓർ വൈ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ഈ പറയുന്ന ഒരു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തിക്ക് ഒരു അസുഖം അല്ലെങ്കിൽ ഒരു സഹായം ആവശ്യമായിട്ട് വരുന്നു. അപ്പൊ ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ അടുത്തുള്ള വാർഡ് മെമ്പർ അല്ലെങ്കിൽ അതാണല്ലോ ഒരു ട്രാൻസ്പാരൻസി. അങ്ങനെ കുറെ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. നിങ്ങൾ ഇകഴ്ത്തിയല്ല പറയുന്നത്, ഇങ്ങനെ ഒരു സാധനത്തിൽ ട്രാൻസ്പാരൻസി സൂക്ഷിക്കാനായിട്ട് എവിടെയെങ്കിലും പിഴവ് പറ്റുന്നുണ്ടോ? ഇതില് തുടക്കത്തിലേക്ക് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ രോഗിയുടെ അക്കൗണ്ട് നമ്പർ മാത്രമാണ് വെച്ചത്.
അങ്ങനെ രോഗിയുടെ അക്കൗണ്ട് നമ്പർ മാത്രം വെച്ചിട്ട് ബാലൻസ് പൈസ വരുമ്പോൾ ഒരാൾക്ക് പോലും ഇതിൽ വിരിച്ചു കൊടുക്കും. കൂടുതൽ പൈസ വന്നാല് ഈ പണം ദൂർത്തടിക്കുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. പാവപ്പെട്ട പ്രവാസികൾ 500, 1000, 10, 50 രൂപ വെച്ച് കൊടുക്കുന്ന പൈസ ചികിത്സയുടെ ആവശ്യം കഴിഞ്ഞാൽ പലരും കാറും വീടും സൗകര്യങ്ങളൊക്കെ ആയിട്ട് മറ്റുള്ള ആളുകളുടെ മുന്നിൽ വളരെ ദൂർത്തായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ അത് സഹായിച്ച ആളുകൾക്കൊക്കെ മനസ്സിലേക്ക് പ്രയാസം തോന്നാറുണ്ട്. അത്തരത്തിലുള്ള പ്രയാസങ്ങൾ പലരും വിളിച്ച് അറിയിച്ചതിന്റെ പേരിലാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസുകളിലൊക്കെ ജോയിന്റ് അക്കൗണ്ട് എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നത്. അതായത് ആ അക്കൗണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ നീക്കിയിരിക്കണം. കാരണം അവരുടെ ചികിത്സയ്ക്കുള്ള പൈസ നമ്മൾ കൊടുക്കുക. ചികിത്സ കഴിഞ്ഞാൽ ഒരു പക്ഷേ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് പൈസ അവരുടെ കയ്യിലേക്ക് ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതല്ലെങ്കിൽ ആ ചികിത്സയുടെ ആവശ്യം കഴിഞ്ഞാൽ മറ്റുള്ള സംഖ്യ വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് പറയാം. അപ്പൊ ഒരു ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ കൃത്യമായിട്ട് രണ്ടുപേരുടെയും തീരുമാനപ്രകാരം അത് മുന്നോട്ട് പോകും. അതല്ല ഒരു വ്യക്തിയുടെ അക്കൗണ്ട് ആണെങ്കിൽ ഒരു പക്ഷേ പണം വന്നു കഴിഞ്ഞാൽ ഒരു വാക്ക് മാറിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ചികിത്സയും നടത്തൂല, ഈ പൈസ കൊണ്ട് ഇവർ സുഖമായിട്ട് ജീവിക്കും. പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ ഇതേ കുട്ടിയുടെ അല്ലെങ്കിൽ ഇതേ ആളുകളുടെ ദയനീയ അവസ്ഥ വീണ്ടും മറ്റൊരാളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് വീണ്ടും പിരിവെടുക്കുന്നത് നമ്മുടെ മുന്നിലേക്ക് കാണും. അത്തരം ഒരു രീതി ഇല്ലാതിരിക്കാനാണ് ജോയിന്റ് അക്കൗണ്ട് ഇട്ട് ചികിത്സയ്ക്ക് മാത്രം പൈസ കൊടുക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾ കൊണ്ടുവന്നു. പിന്നീട് ഈ ജോയിന്റ് അക്കൗണ്ട് എന്നുള്ള സംവിധാനത്തിൽ നിന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റി. പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഞാനതാ പറഞ്ഞത്, ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഇതിന്റെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് നമ്മൾ ചെയ്തത് ഏത് ഭാഗത്ത് പോയി വീഡിയോ ചെയ്യുമ്പോഴും അതാത് ഭാഗങ്ങളിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടോ അതല്ലെങ്കിൽ അവിടുത്തെ മഹല്ല് കമ്മിറ്റിയോ അതല്ലെങ്കിൽ അവിടുത്തെ വാർഡുകളോ ഇത്തരം ആളുകളെ ഏകോപിപ്പിച്ച് കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയെ കൂടി ചേർത്തി ഒരു ജോയിന്റ് അക്കൗണ്ട് എടുപ്പിച്ചിട്ട് അതിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. ഇനി അതിൽ ബാലൻസ് വന്നാല് നമ്മള് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന രോഗികളുടെ കൃത്യമായ രേഖകളും അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ട് നമ്പറും ഒക്കെ ഈ കമ്മിറ്റിക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ ഈ അക്കൗണ്ടുകളിലേക്ക് അയക്കാൻ വേണ്ടി പറയുന്ന ഒരു സംവിധാനം. ഇതിങ്ങനെ മാറി 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 വന്നതാണ്. ഒരിക്കലും ഞാനിത് പഠിച്ചു വന്ന ഒരാളല്ല. ഞാനതാ പറഞ്ഞു, ഞാനിത് വെറും 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഒരാളാണ്. എനിക്ക് ഈ കണക്കൊന്നും നേരവണ്ണം അറിയാത്തൊരു വ്യക്തിയാണ്. അപ്പൊ ഇതിങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ചാണ് ഞാൻ ഈ നിരക്കെത്തിയത്. തുടക്കത്തിലൊക്കെ ഇത് എങ്ങനെ ചെയ്യണമെന്ന് പോലും അറിയാത്തൊരു വ്യക്തിയാണ്. കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ആരോപണം വരുന്നത് ഫിറോസ് ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു, അതിന്റെ പ്രവർത്തനം എന്നുള്ള സംഭവം മാറ്റിയിട്ട് ബിസിനസ് എന്നുള്ള വേർഡ് വന്നുപോയി. അറിയാം. അപ്പൊ ചാരിറ്റി ബിസിനസ് എന്നാണ് ശത്രുക്കൾ പറയുന്നത്. അപ്പൊ ഈ ബിസിനസ് എന്നുള്ള പദം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗിക്ക് നിങ്ങൾ അർഹപ്പെട്ട പണം നൽകുന്നു. ഈ പറയുന്നത് പോലെ എസ്റ്റിമേറ്റ് വാങ്ങിയിട്ട് ഇപ്പൊ 3 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഒരു ചികിത്സയ്ക്ക് വേണ്ട തുക നിങ്ങൾ എസ്റ്റിമേറ്റ് വാങ്ങി വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുന്നു. ഈ ക്രെഡിറ്റ് ലിമിറ്റ് എന്നുള്ള ഒരു സംഭവം നമുക്ക് അപ്ലൈ ചെയ്തുകൂടെ ഈ ആരോപണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി? ഈ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ ചോദിച്ചതാണ്. അതായത് ആരുടെ പേരിലാണോ അക്കൗണ്ട് അവര് നേരിട്ട് പോയി അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മള് അഡ്വാൻസ് ആയിട്ട് ബാങ്കിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ്. അതായത് ഞാൻ വിളിച്ചു പറയുമ്പോൾ എന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ നമ്മുടെ മെസ്സേജ് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് 30 ലക്ഷമാണെങ്കിൽ നമുക്ക് ബാങ്കിലേക്ക് അപ്പൊ തന്നെ 30 ലക്ഷം ആയത് ബാങ്ക് മാനേജറെ വിളിച്ച് പറയാം എന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. സാധാരണ അങ്ങനെ ചെയ്യണമെങ്കിൽ ബാങ്കിൽ പോയി എഴുതി കൊടുക്കണം. അതിനാണ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അപ്പൊ ബാങ്ക് മാനേജർ അത് ക്ലോസ് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കാറുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ടൊക്കെയാണ് ഈ അക്കൗണ്ടുകളിലേക്ക് പൈസ വരിക. അപ്പൊ രാത്രിയിലൊക്കെ പൈസ വരുമ്പോ ശനി ഞായറൊക്കെ പൈസ വരുമ്പോ ബാങ്കിൽ വിളിക്കാനോ ഇതുപോലുള്ള കാര്യങ്ങൾ വിളിച്ചറിയിക്കാനോ കഴിയില്ല. അങ്ങനത്തെ ഘട്ടങ്ങൾ വരുമ്പോഴൊക്കെയാണ് ഈ പറയുന്ന 24 മണിക്കൂർ 48 മണിക്കൂർ കൊണ്ടൊക്കെ ആവശ്യത്തിൽ കൂടുതൽ പൈസ വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ വരുന്ന ബാലൻസ് പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഇവരോട് അഭ്യർത്ഥിക്കാറുള്ളത്. ഇവിടെ ബാലൻസ് പൈസ വാങ്ങിച്ചു കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 100 കണക്കിന് രോഗികളാണ് ക്യാൻസർ ബാധിച്ച് കിഡ്നി രോഗികളായ കരൾ രോഗികളായ ആളുകൾ 100 കണക്കിന് ആളുകൾ വീടിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇത്രയും ആളുകൾക്ക് ഒരു ലൈവ് വീഡിയോ ഇടാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വീഡിയോ ഇട്ടാൽ 3 ദിവസമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യും. 3ാമത്തെ ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് 100 120 രോഗികളുടെ വീഡിയോ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മുടെ മുന്നിലേക്ക് ഒരു വർഷത്തിലേക്ക് വരുന്നത് 1000 കണക്കിന് രോഗികളാണ്. അപ്പൊ ഇത്രയും ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ ഈ ബാലൻസ് വരുന്ന സംഖ്യയിലൂടെ അല്ലാതെ പരിഹരിക്കാൻ സാധിക്കില്ല.
അതുകൊണ്ട് മാത്രമാണ് ഈ ബാലൻസ് വരുമ്പോൾ അത് വാങ്ങി മറ്റുള്ള ആളുകൾക്ക് കൊടുത്തിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ഇത് ഒളിച്ചോ പാത്തോ വെച്ച് ചെയ്യുന്ന പരിപാടിയല്ല. എന്ത് ബാലൻസ് വന്നാലും ആ ബാലൻസ് വരുന്നത് ഇതുപോലെ ഒരു ലൈവ് വീഡിയോ ഇട്ട് ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ചെക്ക് കൊടുക്കുക, പൈസ കൊടുക്കുക, ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെയാണ് ചെയ്തു വന്നിട്ടുള്ളതും. അതൊക്കെ എന്റെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ കാണാൻ കഴിയും. ഇനി ശത്രുക്കളിലേക്ക് വരാം. അതായത് ഇപ്പൊ പൊതുസമൂഹത്തിൽ നിന്ന് പറയാനുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ ചോദിച്ചത്. ഇനി ശത്രുക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇപ്പൊ ഇന്നലെ തന്നെ ഈ ഹക്കീം പഴയന്നൂർ അല്ലെ, അങ്ങനെയല്ലേ പേര്, ഹക്കീം പഴയന്നൂരും പിന്നെ സലീം, ഇവരെ രണ്ടുപേരും ഒരു പക്ഷേ ഫിറോസ് കുന്നംപറമ്പിനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് ഉയർന്നു വരുന്നത്. നിങ്ങളുടെ ഫോളോവേഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഇത്രത്തോളം ശത്രുത വരാൻ കാരണം? ഹക്കീം പഴയന്നൂര് ഒരു ചാരിറ്റി പ്രവർത്തകനാണ്. സോഷ്യൽ മീഡിയയിലൂടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി, ഞാൻ ചെയ്യുന്നത് പോലെ സോഷ്യൽ മീഡിയയിലൂടെ ചാരിറ്റി പ്രവർത്തനം നടത്തിയ ഒരാളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റും അദ്ദേഹത്തിനുണ്ട്. അപ്പോ ഇപ്പോ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവരുടെയൊക്കെ വരുമാനം കൂട്ടിയതിന്റെ പേരിലായിരിക്കാം എന്നുള്ളതാണ് ഇതിലേക്കുള്ള ചിലപ്പോൾ പറയേണ്ട മറുപടികളായിട്ട് വരിക. കാരണം നമ്മളൊരിക്കലും ഇത്തരം ആളുകളോട് വാശിക്കോ വൈരാഗ്യത്തിനോ പോയിട്ടില്ല. നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മറ്റൊരു വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിരന്തരം എന്നെ ആക്രമിക്കുന്നത് എന്റെ രാഷ്ട്രീയം നോക്കിയിട്ടും എന്റെ മതം നോക്കിയിട്ടുമാണ്. ഇത്തരം ആക്രമണങ്ങൾക്ക് വലിയ ഒരു സംഘമായിട്ട് ഇത്തരം ആക്രമണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഇത്തരം ആളുകൾ, ഇവരെ പോലുള്ള ആളുകൾ ഒന്ന് ചേർന്നുകൊണ്ടാണ് ആക്രമിക്കുന്നത്. ഒരു പക്ഷേ ഫിറോസ് കുന്നംപറമ്പിൽ കളം വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വല്ല ലാഭം ഉണ്ടാവുമായിരിക്കാം. അതുകൊണ്ടാണ് ഇത്തരക്കാരൊക്കെ ഈ കാര്യങ്ങളുമായിട്ട് കൃത്യമായ രാഷ്ട്രീയത്തിൽ പിന്നിലുണ്ടെന്നാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ തീവ്ര രാഷ്ട്രീയത്തിലുള്ള ആളുകൾ ഒരുപക്ഷെ എതിർക്കുന്നുണ്ടാവും. അപ്പൊ കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ലക്ഷ്യം വെച്ച് എന്നെ ആക്രമിക്കുന്നില്ല. എന്നാൽ ചില വ്യക്തികൾ അതിനകത്തുനിന്ന് എന്നെ ആക്രമിക്കുന്നുണ്ട്. ഇപ്പോ നമ്മൾ കണ്ടല്ലോ വയനാട്, ഞാൻ ഈ ഒരു വിഷയമായിട്ട് ഞാൻ വന്നു. ഈ പറയുന്ന ആളുകളുടെ നാട്ടില് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളായിട്ട് പോയി. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെയാണ് ആ നാട്ടുകാരൊക്കെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എന്റെ കൂടെ ഒത്തുകൂടിയതും ഈ വിഷയങ്ങളൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇതിനെ പോകും. അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്റെ മതത്തെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ എന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി പല ആളുകളെയും കരുവാക്കി അതല്ലെങ്കിൽ ആയുധമാക്കി ഇത് ഉപയോഗപ്പെടുത്തുന്നത്. ഈ ഇവരുമായിട്ട് നേരിട്ടൊരു വെല്ലുവിളിയാണല്ലോ നടക്കുന്നത്. ഇവരുമായിട്ട് ഒരു നേരിട്ടൊരു ഒരു ടേബിൾ ടോക്ക് അപ്പുറത്തും ഇരുന്ന് ഒരു ട്രാൻസ്പാരൻസി കീപ്പ് ചെയ്തുകൊണ്ട് രണ്ടുപേരും ലൈവ് ചെയ്യുന്നവരാണ്. ഈ പറയുന്ന ഹക്കീം അല്ലെങ്കിൽ ഈ സോക്കോൾഡ് അവരെല്ലാം ലൈവ് ചെയ്യുന്നവരാണ്, ചാരിറ്റി പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ പറയുന്നവര്. ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം ലോകം എല്ലാവരും കാണുന്ന ഒരു വ്യക്തിത്വമാണ്. എന്ത് കാര്യത്തിനും കൃത്യമായിട്ട് കാര്യങ്ങളുമായിട്ട് ലൈവ് വരുന്ന ഒരു വ്യക്തിയാണ്. ഇതിപ്പോ എന്റെ പേഴ്സണൽ ചോദ്യം കൂടിയാണ്, നമ്മളുടെ ഈ വിലപ്പെട്ട സമയം വേസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ? ഈ പ്രസ് ക്ലബ്ബ് അല്ലെങ്കിൽ മറ്റ് പോലീസ് കംപ്ലൈന്റിന് മറുപടി കൊടുക്കാനും അതിനും ഇതിനും ആർക്കാണോ പരാതി, നമ്മൾ ട്രാൻസ്പാരന്റ് ആണെങ്കിൽ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്ത് ഇരുന്നിട്ട് ഒരു ലൈവ് സെറ്റ് ചെയ്തുകൊണ്ട് പബ്ലിക്കിന് മുമ്പിൽ ഓപ്പൺ ആയിട്ട് ഒരു ഓപ്പൺ ടോക്ക് നടത്തിക്കൂടെ? ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇത്തരം നിങ്ങൾ ചോദിച്ചോടെ തന്നെയാണ്, സമയം വേസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തന്നെയാണ് ഞാൻ മറുപടി. ഇത്തരം ആളുകളുടെ മുന്നിൽ ഇരുന്നിട്ട് നമ്മളുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ? ഇത്തരം ആളുകൾക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യാനുള്ളതാണോ നമ്മുടെ സമയം? ഇത്തരം ആളുകളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഈ മാധ്യമ വിചാരണയും ഇതുപോലുള്ള ആളുകളുടെ സോഷ്യൽ മീഡിയ വിചാരണയ്ക്ക് നിന്ന് കൊടുക്കേണ്ടതാണോ? ഞാൻ ചെയ്യുന്നത് ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്താണ്. ഇവിടെ നിയമങ്ങളുണ്ട്, ഇവിടെ പോലീസ് ഉണ്ട്, ഇവിടെ കോടതിയുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ഫിറോസ് കുന്നംപറമ്പിൽ കള്ളനാണെന്നും ഫിറോസ് കുന്നംപറമ്പിൽ തമ്മാടിയാണെന്നും ഫിറോസ് കുന്നംപറമ്പിൽ കട്ടിട്ടുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഒരാൾക്ക് നീതി ലഭിക്കില്ല. സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഒരാൾക്ക് ന്യായം ലഭിക്കില്ല. ഒരാൾക്ക് നീതി ലഭിക്കണമെങ്കിൽ, ഒരാൾക്ക് ന്യായം ലഭിക്കണമെങ്കിൽ അതിന് നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പോകണം. പോലീസ് സ്റ്റേഷനിൽ നിന്നും അത് കോടതിയിലേക്ക് പോകണം. കോടതി ആർക്കാണോ, ആരുടെ ഭാഗമാണോ ശരി, ആ ശരി എന്തെന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്.
അതല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള ആളുകളുടെ മുന്നിൽ ഞാൻ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇവരെ തൃപ്തിപ്പെടുത്തി വിട്ടുകഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരില്ല. പിന്നെ വീണ്ടും അടുത്ത ആളുകൾ വരും. അവരോടും ഞാൻ ഇരുന്ന് അവരെയും തൃപ്തിപ്പെടുത്തി വിട്ടുകഴിഞ്ഞാൽ വീണ്ടും അടുത്ത ആളുകൾ വരും. അങ്ങനെ വരുന്ന ആളുകൾക്കൊക്കെ തൃപ്തിപ്പെടുത്തി ഒരു ടേബിളിന്റെ ചുറ്റും ഇരുന്ന് വിടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് പരാതിയുള്ളവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുക, പരാതി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ മറുഭാഗം കേൾക്കാൻ പോലീസ് എന്നെ വിളിപ്പിക്കുമ്പോൾ ആ പറഞ്ഞ സാധനത്തിന് മറുപടി ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമാണ് ഇവിടുള്ളത്. ഒരിക്കലും നിങ്ങൾ പറഞ്ഞതുപോലെ ഇത്തരം ആളുകൾക്ക് മറുപടി കൊടുത്ത് എന്റെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഏറ്റവും അവസാനം ഒരു ചോദ്യം കൂടി, ചോദ്യമല്ല ഫ്രീ ആയിട്ട് ചോദിക്കുകയാണ്. നമ്മൾ പ്രതിസന്ധി എല്ലാവരും മനുഷ്യരാണ്. അപ്പൊ ഫിറോസ് കുന്നംപറമ്പിലിനെ എല്ലാവരും നോക്കുന്നതാണ്. ചിലർ ദൈവീകമായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ 2-4 പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളെ ഒന്ന് ദേഹത്ത് സ്പർശിക്കാൻ വേണ്ടിയിട്ട് പോലും ആൾക്കാർ ഓടിക്കൂടുന്ന ഒരു അതിതീവ്രമായ ആരാധന ചിലപ്പം നെഗറ്റീവ് ഫലം ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തമിഴകത്തൊക്കെ കാണുന്ന ഫിലിം സ്റ്റാറുകളെയൊക്കെ അന്ധമായിട്ട് ആരാധിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഫോളോവേഴ്സിന് പറയുന്ന ഒരു പേര് തന്നെയുണ്ട്, വെട്ടുകിളിക്കൂട്ടം എന്ന് പറയുന്ന ഒരു പേര് തന്നെ അറിയാമല്ലോ. ആ രീതിയിലൊക്കെ പറയുന്നത്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, വികാരത്തിന് അടിമപ്പെട്ട് അറിയാതെ നാക്കുകൾ പഴക്കാറുണ്ടോ? അത് ശത്രുത വരുത്തി വെക്കാറുണ്ടോ? അല്ല, ഞാനിപ്പോഴും പറഞ്ഞു, സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് എഴുതുന്ന ചില വാക്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതായത് ഫിറോസ് കുന്നംപറമ്പിൽ രോഗികളെ നടുറോട്ടിലിട്ട് തല്ലിക്കൊല്ലണം എന്ന് പറഞ്ഞ ആ ഒരു ഇത് ഒരിക്കലും ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്തരം വിവാദങ്ങൾ, ജനങ്ങളെ, ഈ രോഗികളെ വെച്ച് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആ 2 മാനസിക രോഗികളെ കൈകാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറയേണ്ടി വരുന്നൊരു മാനസികാവസ്ഥ, അതായത് ഒരു മനുഷ്യന് ഇത്രയൊക്കെ നന്മ ചെയ്യും, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് 7 ലക്ഷം വേണ്ടവന് 12.5 ലക്ഷം രൂപ വേണ്ടിയിട്ട് ആ പണം മുഴുവൻ ചെലവഴിച്ച് വീണ്ടും ചികിത്സ വേണമെന്ന് പറഞ്ഞു വന്നപ്പോ സ്വന്തം റിസ്കില് വീണ്ടും നമ്മൾ ചികിത്സ നടത്തി കഴിഞ്ഞ് വീട്ടിലേക്ക് വിട്ട് സുഖമാണ് എന്നും നാട്ടുകാരോടൊക്കെ നന്ദി പറഞ്ഞ് ഫിറോസ് കുന്നംപറമ്പിൽ ദൈവത്തെ പോലെയാണ് എന്നും പറഞ്ഞു പോയി. 1 വർഷം കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഫിറോസ് കുന്നംപറമ്പിൽ കള്ളനാണെന്നും ഫിറോസ് കുന്നംപറമ്പിൽ പറ്റിച്ചു എന്നും പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ ഞാൻ മലക്കൊന്നുമല്ല, മനുഷ്യനാണ്. വികാരവും വിചാരവും ഉള്ളൊരു മനുഷ്യനാണ്. പൊട്ടിത്തെറിച്ചു പോകും, സ്വാഭാവികമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ഒരു ദൈവീകതയോ അതല്ലെങ്കിൽ എന്നെ തൊട്ടുനോക്കാനോ എന്നെ ആരാധിക്കാനോ ഉള്ള ആളുകളല്ല. അത് ഇഷ്ടം കൊണ്ടാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ഫിറോസ് കുന്നംപറമ്പിലിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹമാണ്. അവരവിടെ എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ അവരുടെ കുടുംബത്തിലെ ഒരാളുകളെ പോലെയാണ് എന്നെ കണ്ടിട്ടുള്ളത്. ഒരു അനിയനെ പോലെ, ഒരു മകനെ പോലെ, ഒരു സഹോദരനെ പോലെ കണ്ടിട്ട് എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ്. അല്ലാതെ ആരാധന. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും പല ആളുകളും മതം വെച്ച് എന്നെ ആക്രമിക്കുന്നത് ഫിറോസ് കുന്നംപറമ്പിലിനോട് പലർക്കും ഭക്തിയായി, അതല്ലെങ്കിൽ ഫിറോസ് കുന്നംപറമ്പിൽ ഭാവിയിൽ ഒരു ആൾദൈവമായി മാറുമോ എന്നുള്ള തോന്നലുകൊണ്ടൊക്കെയാണ് പല ആളുകളും ഈ മതത്തിന്റെ പേരിൽ എന്നെ ആക്രമിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചാരിറ്റി പ്രവർത്തനത്തിന് ജാതിയോ മതമോ വർഗമോ ഭാഷയോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. നിങ്ങൾ ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് ഈ സഞ്ജുവിന്റെ അക്കൗണ്ടിൽ വന്ന ബാലൻസ് പൈസ ഞാൻ വീതിച്ച് നൽകിയത് ഒരു രാജുവാണ്. രാജു എം എം മുസ്ലിമാണോ? എന്റെ മതത്തിൽപ്പെട്ട ആളാണോ? രണ്ടാമത് ഞാൻ കൊടുത്തത് ലതയാണ്. ലത എന്റെ മതത്തിൽപ്പെട്ട ആളാണോ? മൂന്നാമത് കൊടുത്തത് വൈഹ ക്രിസ്റ്റലാണ്. വൈഹ ക്രിസ്റ്റല് എന്റെ മതത്തിൽപ്പെട്ട ആളാണോ? നാലാമത് ഞാൻ കൊടുത്തത് ആര്യക്കാണ്. ആര്യ എന്റെ മതത്തിൽപ്പെട്ട ആളാണോ? അതായത് ഒരു രോഗിക്ക് വന്നതിൽ നിന്ന് ആ ബാലൻസ് 9 ലക്ഷവും വീതിച്ചു കൊടുത്തത് മറ്റു മതത്തിൽപ്പെട്ട ആളുകളാണ്. എന്നിട്ടും ഫിറോസ് കുന്നംപറമ്പിലിനെ ഈ രീതിയിൽ ആക്രമിക്കുമ്പോ ഇത് സത്യത്തില് സത്യം ഉണ്ടായിട്ട് ആക്രമിക്കുന്നതല്ല. ഇത് ഏത് രീതിയിലാണെങ്കിലും ശരി ഫിറോസ് കുന്നംപറമ്പിലിനെ ഇല്ലാതാക്കണം, നശിപ്പിക്കണം. അത് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പടച്ചുവിട്ടിട്ടാണെങ്കിലും ശരി, എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണെങ്കിലും ശരി, അതിനായിട്ട് വലിയ ഒരു ടീം വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഇതൊക്കെ. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്തൊന്നുമില്ല, ഒരു വിഷയമില്ലാത്ത ഒരു വിഷയത്തിന് ഭാര്യയും ഭർത്താവിനെയും കുട്ടികളെയും കിട്ടിയപ്പോ അവരെ വെച്ച് മാധ്യമത്തിന്റെ മുന്നിൽ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ലൈവിട്ട് ഈ വിഷയത്തെ വഷളാക്കി ഇതിനെ എനിക്കെതിരെ തിരിച്ചുവിടാനുള്ള അവർക്കുള്ള വലിയൊരു ആയുധമായി മാറ്റിയിരിക്കുക. പക്ഷേ എനിക്ക് ഈ പാവപ്പെട്ട രോഗികളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെയൊക്കെ ആവശ്യം കഴിയുമ്പോൾ ഇവര് ചവച്ചു കൊട്ടയിലേക്ക് വലിച്ചെറിയുന്നത് പോലെ കളയും. അതായത് നിങ്ങളുടെയൊക്കെ ആവശ്യം വന്നപ്പോ, പണ്ട് നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല.
അന്ന് ഞാൻ ഓടി വരേണ്ടി വന്നു. പക്ഷേ ഇന്ന് നിങ്ങളെ ഇവരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വീണ്ടും ചവറ്റുകൊട്ടയിലേക്ക് കളയുമ്പോൾ ഒരു പക്ഷേ നാളെയും നിങ്ങൾക്ക് ഞാനേ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഇത്തരത്തിലുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആ നാട്ടിലുള്ള ആളുകളാണ്, സഞ്ജുവിന്റെ കൂട്ടുകാരൊക്കെയാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഇവർക്കൊക്കെ ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുണ്ടാവും. നിങ്ങൾ ഇവരോടൊക്കെ ചോദിച്ചോളൂ ഇതിന്റെ കാര്യങ്ങൾ. തുടർന്നും ശക്തമായിട്ട് ഈ രംഗത്ത് തന്നെ ഉണ്ടാവും. അല്ല, ഇത് സത്യത്തില് മാനസികമായിട്ട് വലിയ പ്രയാസമുണ്ട്. ഇത് കാണുമ്പോൾ ശക്തമായിട്ട് ഇത് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. എന്റെ മുന്നിലേക്ക് വരുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഓരോ നിമിഷവും ഈ രീതിയിൽ വേട്ടയാടുമ്പോ രോഗികളുടെ ബാലൻസ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് ഫിറോസ് കുന്നംപറമ്പിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ അക്കൗണ്ടിൽ വന്ന പൈസ നമ്മൾ വീതിച്ചു കൊടുത്ത ആർക്കാ? വീതിച്ചു കൊടുത്തത് 5 ലക്ഷം രൂപ രാജുവിനും 2 ലക്ഷം രൂപ ലതയ്ക്കും 1 ലക്ഷം രൂപ വയനാ ക്രിസ്ത്യനും 1 ലക്ഷം രൂപ അർജുനുമാണ്. പക്ഷേ ഈ പറയുന്ന ആളുകൾ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് എന്താ? ഈ പണം മുഴുവൻ എന്റെ പോക്കറ്റിലാണെന്ന്. എത്രമാത്രം ക്രൂരമാണ് ഇവർ ഈ സമൂഹത്തോട് പറഞ്ഞു വെപ്പിക്കുന്നത്, എത്രമാത്രം കള്ളത്തരങ്ങളാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഇങ്ങനെ നിരന്തരം ആളുകളോട് പറയുമ്പോ ഒരു പക്ഷേ ഫിറോസ് കുന്നംപറമ്പിനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് പോലും നാളെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയിലൂടെ പോവുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് എനിക്കിത് കൊണ്ടുനടക്കാൻ കഴിയുക? ഇത് നിർത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. എങ്ങനെ ഞാനിത് കൊണ്ടുനടക്കും? ഇതാണ് ഇപ്പൊ അവരുടെ ആവശ്യം. ഓക്കെ, താങ്ക് യു. ഇത് സഞ്ജുവിന്റെ നാട്ടുകാരാണ്, സഞ്ജുവിന്റെ വീടിന്റെ തൊട്ടമുട്ടിലുള്ള ആളുകളൊക്കെയാണ്. സിറാജ് ഈ സഞ്ജുവിന്റെ അടുത്ത അയൽവാസിയാണ്. സഞ്ജുവിന്റെ ഈ ആരോപണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? പല തവണ കണ്ടിരുന്നു, നിങ്ങളുടെ മുഖങ്ങൾ കണ്ടിരുന്നു, എന്നാൽ പോലും വളരെ ചുരുക്കി. വണ്ടികൾ പലതരം വണ്ടികൾ ആർപ്പാടങ്ങൾ ഉണ്ടായിരുന്നു ജീവിച്ചു. പിന്നെ ഇപ്പം പറയുന്നു നല്ല കടത്തിലാന്ന് പറയുന്നത്. നല്ല കടത്തിലാണ്, അതുകൊണ്ടാണ് ഈ കുട്ടിയെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് നല്ല കടയെന്നും പറയുന്നത്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം അറിയുന്നത് സജ്ജീകരണം പൈങ്ങാട്ടിൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ വരിക, അവിടെ വന്നിട്ട് ടീച്ചർ ചെയ്യുക, അവിടെയുള്ള ജനങ്ങളോട് ചോദിക്കും. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ 2-3 മീഡിയയിലൂടെ പറഞ്ഞു, പക്ഷെ അതിനൊക്കെ ഒരു നെഗറ്റീവ് കമന്റ് ഇഷ്ടം പോലെ കിട്ടും. ഞങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസം നിങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അവിടെയുള്ള സാധാരണക്കാർ, അവൻ്റെ അയൽവാസികൾ, അവൻ്റെ കുടുംബക്കാർ ആരെങ്കിലും ഒരാൾ ഇതിന് വിപരീതമായിട്ട് പറയണം, നമ്മൾ ഇവരംഗീകരിച്ചിട്ടുള്ള നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഉണ്ടാക്കാം. ഈ കണ്ട ആൾക്കാരോടൊക്കെ ചോദിക്കും അവരുടെ അയൽവാസികൾ. അമ്മയ്ക്കെതിരെ പെറ്റീഷൻ കൊടുത്തു. അതുകൊണ്ട് അമ്മേനുണ്ടായിരുന്നു. ഓക്കെ അല്ലേ?